നമുക്കിന്ന് പാസ്ത റെസിപ്പി നോക്കിയാലോ? വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിട്ടത്. കാരണം ചടപട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാസ്ത തയ്യാറാക്കാനായിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പച്ചക്കറികൾ മുറിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ പാസ്ത നോക്കണം. നമ്മൾ മുറിക്കുന്ന സമയത്താണ് പാസ്ത വേവിക്കാൻ വെച്ചത്. ഇപ്പം ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സോഫ്റ്റ് ആവാനുണ്ട്. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി എല്ലാം മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് മാറ്റാം. പച്ചക്കറിയൊക്കെ ഇതുപോലെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയോ, ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബട്ടറോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. എന്നിട്ട് ക്യാരറ്റും കൂടി ഇട്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിക്കാം. ഇപ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവൊന്നും വേണ്ട, കുറച്ച് റോ ടേസ്റ്റ് വേണം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കണം. ഇനി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ഇടണം കേട്ടോ, കുറവാണെങ്കിൽ. ഇനി നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ഈസി ടൊമാറ്റോ പാസ്ത ഇവിടെ റെഡി. പിന്നെ അതിലേക്ക് ഡെക്കറേഷൻ ഇട്ടിട്ട് കുറച്ച് നമ്മുടെ വെള്ള എള്ളില്ല അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തു. നമ്മൾ ഈസി പാസ്തയുടെ റെഡിയായി. നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ചിനോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി പാസ്ത റെസിപ്പി കേട്ടോ. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.